കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പദം ഒരു പട്ടുമെത്തയല്ല, എപ്പോഴും പ്രശ്നങ്ങളും തലവേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു കസേര. ഒരു പക്ഷേ ഏറ്റവും സമ്മർദ്ദം നേരിടുന്ന മന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ അറിയാത്ത ജീവിതചര്യയിലേക്ക് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് സർ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഇന്നൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, പോലീസിനെക്കുറിച്ച് പരാതി ഉണ്ടാകാതിരിക്കട്ടെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ. ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഉടനെ നമ്മുടെ വകുപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതായിരിക്കും മനസ്സിലുള്ള പ്രശ്നം. സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെ നേച്ചർ, ഒരു സ്വഭാവ രീതി അവരുടെ പോലീസ് ഫോഴ്സിൻ്റെ സ്വഭാവ രീതിനനുസരിച്ചിരിക്കുമെന്ന് ഞാൻ ഇവിടെ എഴുതി കണ്ടിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ വിലയിരുത്തുന്നതും ഒരു സംസ്ഥാനത്തെ വിലയിരുത്തുന്നതും ആ സംസ്ഥാനത്തെ സ്വൈര്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം, അതൊക്കെയാണ് പ്രധാനമായിട്ട് ആളുകൾ വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പോലീസ് വകുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ജനങ്ങളുടെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നൊരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ വിലയിരുത്തുമ്പോൾ പ്രഥമമായി പരിഗണിക്കുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് വലിയധികം ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. എപ്പോഴും പോലീസിൻ്റെ പെരുമാറ്റമാണ് എപ്പോഴും മാധ്യമത്തിൽ നോക്കുമ്പോൾ പോലീസ് അനാസ്ഥ കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു എപ്പോഴും ചില സമയത്ത് സത്യാവസ്ഥ ഒന്നും നമ്മൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ സാർ ഇതിനെങ്ങനെ വിലയിരുത്താറ് സാധാരണ? ഇതിപ്പോൾ ഈ പോലീസിൻ്റെ കുറിച്ചുള്ള ആക്ഷേപങ്ങളും മറ്റും ഇപ്പം പെട്ടെന്ന് വരുന്നൊരു സംഭവം വികാസമല്ല. ആര് ഭരിച്ചാലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെത്രത്തോളം കുറച്ചുകൊണ്ട് വരാം എന്താണ് ഇപ്പം ഗവൺമെൻറ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളെ അടിച്ചമർത്തുക എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന് ബ്രിട്ടീഷുകാർ രൂപം കൊടുത്തത്. ഈ കാഴ്ചപ്പാട് അടിസ്ഥാനപരമായി മാറ്റാത്തിടത്തോളം കാലം ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു എന്നതുകൊണ്ട് മാത്രം ഇതിൽ അടിസ്ഥാനപരമായൊരു മാറ്റം വരില്ല. കൂടുതൽ ആക്സസ് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസുകാരോടുള്ള നാട്ടുകാർക്ക് ഒരു ആക്സസ് കൂടുതലുണ്ടാവണം, അങ്ങനെ ഒരു ഭേദഗതിയൊക്കെ വരുത്താൻ സാർ ട്രൈ ചെയ്തിരുന്നില്ലേ? LDF ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ആദ്യമായി ഞങ്ങൾ പരിശോധിച്ചത് മുൻ ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ചൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ. ആ കമ്മീഷൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ അന്ന് സമർപ്പിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ട് ചെയ്തത് ആ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ചെയ്തത്. അതിലൊരു പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നിയതാണ് പോലീസിൻ്റെ സംവിധാനത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളത്. അത് നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസിൽ പ്രാവർത്തികമാക്കിയത്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആ സംവിധാനം നിലവിൽ വരുമ്പോൾ അത് സംസ്ഥാനത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പറയുമ്പോൾ സാർ ഇപ്പോൾ 24 മണിക്കൂറും വനിതകൾക്കുള്ളൊരു സെക്യൂരിറ്റി, ഒരു വനിതാ ഹെൽപ്പ് ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 7 മണി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് തന്നെ ഇറങ്ങി നടക്കാൻ ഇത്തിരി ഭയം ഉണ്ട് നമ്മുടെ നാട്ടിലെപ്പോഴും. സാർ അതിനോട് അനുകൂലിക്കുന്നുണ്ടോ? ഏത് സമയത്തും ആർക്കും എവിടെയും സഞ്ചരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മുടെ സാമൂഹ്യ ബോധവും ഉയരണം. പോലീസിൻ്റെ മാത്രം ഇതുകൊണ്ട് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. മനുഷ്യൻ്റെ ബോധത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. പകൽ പോലും ഒരു സ്ത്രീ ഒറ്റക്ക് നടക്കുമ്പം നോക്കുന്ന സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം. അപ്പോൾ രാത്രി ഇറങ്ങി നടന്നാലുള്ള സ്ഥിതി എന്താ? ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടല്ലോ, പല പുറം നാടുകളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തും പോയിട്ട് തിരിച്ച് കേരളത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ കേരളത്തിൽ എന്താണ് കുറവെന്ന് തോന്നി? ഇപ്പോൾ യാത്രയിൽ കുറേ മെമ്മറീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കേരളത്തിൽ എന്താണ് കുറവെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ. കേരളത്തിലുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെ ഗ്രാമങ്ങളിൽ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലുണ്ട്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഡെവലപ്ഡ് ഏരിയകളിൽ ഉണ്ടായിട്ടുള്ള ഒരു രീതിയിൽ ഒരു മാറ്റം നമ്മുടെ കേരളീയ സമൂഹത്തിൽ വരാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പിന്നോക്കാവസ്ഥ കാരണമാണ്. ഇപ്പോഴത്തെ ഈ റിസഷൻ്റെ ഭാഗമായിട്ട് ഈ ടൂറിസത്തിൽ നമ്മൾക്ക് എന്താണ് സാർ കൂടുതൽ ആൾക്കാരെ കൂടുതലും കൂടെ അട്രാക്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതി ഭംഗി ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതിനെ മറികടക്കാൻ കഴിയും. അതിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഇത്തവണത്തെ ഒരു വിപണന തന്ത്രം വിദേശ ടൂറിസ്റ്റുകളെ വൻതോതിൽ ആകർഷിക്കാൻ ശ്രമിക്കുക എന്നതിനോടൊപ്പം ഇന്ത്യക്കകത്തുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, സംസ്ഥാനത്തിനകത്ത് തന്നെയുള്ളവരെ ആകർഷിക്കുക.
മൂന്നാറിൽ പോകാത്ത ആളുകളുണ്ട് കേരളത്തിൽ, കോവളം കാണാത്ത ആളുകളുണ്ട്. കണ്ണൂരിൽ ഇപ്പോഴും നല്ല ഡെവലപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് മുഴപ്പിലങ്ങാട്. ഇന്ത്യയിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ട എത്ര മലയാളികളുണ്ട്. കേരളത്തിലുള്ള പൈതൃക പ്രദേശങ്ങൾ കണ്ട നമുക്ക് എത്ര പേർ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള സഞ്ചാരികളെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുക എന്നൊരു വിപണന തന്ത്രത്തിനാണ് ഞങ്ങളിപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രീയക്കാരനായിട്ടിരിക്കുന്ന സമയത്തുള്ളൊരു മനസമാധാനം മന്ത്രി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരനായിരിക്കുന്ന സന്ദർഭത്തിലും വിവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ആ സമയത്തും ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പല സ്ഥാനങ്ങളും വന്നു ചേർന്നു എന്ന് വരും. ആ കിട്ടിയ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, നമ്മുടെ സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ഇത്തരം സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ പരിശോധിക്കുന്നത്. ഒരു സാക്രിഫൈസ് ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഒരു ഇത്ര തിരക്കിലിരിക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമല്ലേ? അതിൽ മനസ്സിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടൊരു സാധനം ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ? അതിപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ മാത്രമേ അത് ഓരോന്നിനെയും നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ അത് നമുക്ക് മറക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് 1.5 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ അമ്മേനെ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ മാതിരി കണ്ട അതേ ഡെഡിക്കേഷനും ലോയൽറ്റിയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ കാണുന്നുണ്ടോ? 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയല്ല 21-ാം നൂറ്റാണ്ടിൽ. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ശൈലിക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ബോധത്തിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രവർത്തന ശൈലി തന്നെ നോക്കിയാൽ പണ്ടത്തെ ഒരു പ്രവർത്തന ശൈലിയല്ല ഇപ്പം കാണുന്ന പ്രവർത്തന ശൈലി. അത് പക്ഷേ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ മട്ടിലായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല.